ഇന്ന് നമുക്ക് ജൂലൈ മന്തിലേക്ക് വേണ്ടി വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്യാം. ഇത് ഞാൻ റീസെന്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എന്തോ ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു. ഡോട്ടഡ് ജേണൽ ആണ്. എൻ്റെ പഴയ ജേണലിൽ തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ എടുത്തേക്കാന്ന്. ആദ്യമേ തന്നെ ഞാൻ ജൂലൈ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളായതുകൊണ്ട് എല്ലാം സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ചെയ്യാറ്. പിന്നെ ഓവറാക്കാതെ 2-3 ചെറിയ മേഘങ്ങൾ വരച്ചു കൊടുത്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ട് പടം വരയ്ക്കാൻ അറിയില്ല. അറിയാതെങ്കിൽ ഞാൻ ഈ പേജ് ഒരു ക്യാൻവാസ് ആക്കി മാറ്റിയേനെ. പിന്നെ നമ്മൾ ഒരു കലണ്ടറും ഈ ജൂലൈ എഴുതിയതിൻ്റെ താഴെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ കളർ ചെയ്യോ റൗണ്ട് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ യൂഷ്വലി ബുള്ളറ്റ് ജേണൽ ചെയ്യുമ്പം ഓരോ മാസത്തിനും ഓരോ കളർ കൊടുക്കാറുണ്ട്. ഞാൻ ജൂലൈ ഫുൾ ബ്ലൂവിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ എടുത്തത് ഗ്രീൻ ആയിപ്പോയി. സാരമില്ല, നമുക്ക് ഇനിയുള്ളതൊക്കെ ബ്ലൂ വെച്ച് എഴുതാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ താഴത്ത് കലണ്ടർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഞാനത് സൺഡേ മൺഡേ എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കൂടി ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്തെ പേജിൽ ഗോൾസ് ആൻഡ് ചാലഞ്ച് ആണ് എഴുതുന്നത്. അവിടെ നമുക്ക് കുറേ ബോക്സ് വരച്ചിട്ട് ബൈ ദി എൻഡ് ഓഫ് ജൂലൈ എനിക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഗോൾസ് ഇവിടെ എഴുതാം. ഓരോന്ന് അച്ചീവ് ചെയ്ത് കഴിയുമ്പം ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ബോക്സിൽ ടിക്കിടാം, അല്ലെങ്കിൽ ആ ഗോൾ വെട്ടിയിട്ട് ബോക്സ് കളർ അടിക്കാം. പിന്നെ തൊട്ടപ്പുറത്തെ പേജിൽ വരുന്നത് ടു ഡു ആണ്. അത് ഈ മാസം അവസാനത്തോടു കൂടി എനിക്ക് ചെയ്തു തീർക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഗ്രോ ബാഗുകൾ നിറയ്ക്കുക, പുല്ല് പറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടു ഡുയിൽ എഴുതാം. പിന്നെ വരുന്നതാണ് വിഷ് ലിസ്റ്റ്. അത് ഈ മാസം അത്യാവശ്യമായിട്ട് എനിക്ക് വാങ്ങിക്കേണ്ട കുറച്ച് സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗ്രോ ബാഗ് വാങ്ങിക്കണം, ചട്ടി വാങ്ങിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ഇടാം. പിന്നെ തൊട്ടിപ്പുറ വരുന്നതാണ് എനിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം, ഇൻകം ആൻഡ് എക്സ്പെൻസ്. നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം ബൈ ദി എൻഡ് ഓഫ് ജൂലൈ ഞാൻ എത്രമാത്രം ദൂർത്തടിച്ചു എന്നെനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനൊരു സാധനം വേണം. അല്ലെങ്കിൽ എനിക്കൊരു കണക്കും കയ്യും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളത് വളരെ നല്ലതാട്ടോ. പിന്നെ അപ്പുറത്ത് വരുന്നതാണ് ട്രാവല്. അതായത് ഞാൻ ഈ മാസം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ ട്രാവലിൽ താഴെ എഴുതും. യൂഷ്വലി ഞാൻ അങ്ങനെ എഴുതുന്ന സ്ഥലങ്ങളിലൊന്നും പോവാറില്ല, എന്നാലും നമുക്ക് എഴുതാമല്ലോ. പിന്നെ തൊട്ട് താഴത്ത് വരുന്നത് ടു റീഡാണ്. അത് ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഈ മാസം അവസാനത്തോടു കൂടി എനിക്ക് വായിച്ചു തീർക്കേണ്ട 2 പുസ്തകങ്ങൾ ഞാൻ അവിടെ എഴുതും. പക്ഷെ 2 ചിലപ്പോൾ വായിക്കാറില്ല. ഞാൻ ആദ്യമൊക്കെ ജേർണലിങ് തുടങ്ങിയ സമയത്ത് ടു റീഡ് എന്ന് പറഞ്ഞ ഒരു 5-6 പുസ്തകമൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി അത്രയ്ക്ക് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്ന 2 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ തൊട്ടിപ്പുറത്ത് വരുന്നതാണ് നമ്മുടെ ഡെയിലി ട്രാക്കേഴ്സ്. ഫോർ എക്സാമ്പിൾ എക്സസൈസ്, പിന്നെ 2 കുപ്പി വെള്ളം, 6 മണിക്കൂർ ഉറക്കം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഓരോ ദിവസവും നമുക്ക് ടിക്കിട്ട് പോവാം. ഇത്രയേ ഉള്ളൂ എൻ്റെ ജൂലൈയിലേക്കുള്ള വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ബുള്ളറ്റ് ജേർണൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.